മനസ്സ്? മനസ്സോ? ഇപ്പൊ പനിയല്ലേ പൊന്നെ? പൊന്നിനിപ്പോ വല്ല മറ്റേ മനസ്സ് എന്നാ പൊന്നിനോട് പറയുന്നത്? കോലുമുട്ടായി വേണമെന്നോ മനസ്സ് പറയുന്നു? ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ മറ്റേ പനിയൊക്കെ പോയിട്ട് പിന്നെ മറ്റേ നമ്മുടെ ഇപ്പം വായിക്കാത്ത ഇത് പ്രശ്നമൊക്കെ പോയി കഴിയുമ്പോൾ മുട്ടായി വാങ്ങിച്ചാൽ ഇപ്പം മുട്ടായി കഴിച്ചാലേ അതൊക്കെ പിന്നെ വേദന കൂടും. അത് കഴിഞ്ഞിട്ട് മുട്ടായി വാങ്ങിച്ചാൽ മധുരം ഇല്ലാത്ത മുട്ടായി ഉണ്ടോ? ഒരു കാര്യം ചെയ്യ്, പൊന്നു മനസ്സിനോട് പറ, മനസ്സിനൊന്ന് അടങ്ങാൻ പറ. അതിങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ അച്ഛൻ പറയുന്ന മാതിരി പറഞ്ഞാൽ മതി. ഇപ്പൊ മനസ്സടങ്ങും. മനസ്സേ ഒന്ന് അടങ്ങ് എന്റെ മനസ്സേ, മനസ്സേ. ഇങ്ങനെ അച്ഛൻ പറയുന്നതുകൊണ്ടും പാടിയാൽ മതി. അപ്പം മനസ്സിന് കേൾക്കും. നമ്മൾ ഈ ഭയങ്കര ദേഷിച്ച് മനസ്സിനോട് പറയുമ്പോൾ മനസ്സുണ്ടല്ലേ തിരിച്ചിങ്ങോട്ട് ദേഷ്യപ്പെടും. അപ്പം നമ്മളിങ്ങനെ മനസ്സിനോട് ഇങ്ങനെ പ്രത്യേക രീതി പറയണം. അങ്ങനെ മനസ്സേ എന്റെ മനസ്സേ ഒന്ന് അടങ്ങ് അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയ മനസ്സിനോട് ഒന്ന് പറഞ്ഞു നോക്കൂ. പൊന്നൊന്ന് പറഞ്ഞു നോക്കൂ പ്ലീസ്. പറഞ്ഞു നോക്കി ഒരു വട്ടം ഒന്ന് പറഞ്ഞു നോക്ക്. അന്നേരം മനസ്സെന്നാ പറയുന്നു? ഇപ്പൊ ഒരു മാറ്റം വന്നില്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ മനസ്സിനോടും ചോദിച്ചു നോക്കി, മുട്ടായി വേണോ വേണ്ടായോ എന്ന്. മനസ്സെ മുട്ടായി വേണോ? നെഞ്ചിന്റെ അടുത്തോട്ട് ചോദിച്ചു. മനസ്സെവിടാ ഇരിക്കുന്നു നിന്റെ? അവൻ ചോദിച്ചു നോക്ക്. മനസ്സെ മുട്ടായി ഇപ്പൊ ആവശ്യമുണ്ടോ? ഇപ്പൊ കോലുമുട്ടായുടെ ആവശ്യമുണ്ടോ? പനിയൊക്കെ പോയിട്ട് മനസ്സ് മുട്ടായി വാങ്ങിച്ചാൽ പോയത് ചോദിച്ചു നോക്കിയ മനസ്സിനോട്. വേണ്ട. അയ്യോ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ കേട്ടല്ലോ. ശരിയല്ലേ? ഓക്കെ. അല്ലല്ല ഞാൻ കേട്ടതാ. വേണ്ടാന്ന് എങ്ങനെ ഇവിടെ ഒരു അശരീരി അല്ലെന്നേ ഞാൻ എവിടെയോ കേട്ടു. പൊന്നിന്റെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകളാണത്. അല്ലടി